മയോസിൻ ഫിലമെന്റ് ഈസ് ആൾസോ എ പോളിമറൈസ്ഡ് പ്രോട്ടീൻ. ആക്റ്റിൻ പോലെ തന്നെ മയോസിൻ എന്ത് തന്നെയാണ്? പോളിമറൈസ്ഡ് പ്രോട്ടീൻ. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞു, എന്താ പറഞ്ഞത്? ജി ആക്ടിൻസിന്റെ പോളിമർ ആണ് എഫ് ആക്ടിൻ. അങ്ങനെയുള്ള രണ്ട് എഫ് ആക്ടിൻ ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ആക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഫിലമെന്റ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ മയോസിൻ എന്താണ്? പോളിമറൈസ്ഡ് പ്രോട്ടീൻ ആണ്. ഓക്കെ അല്ലേ? മെനി മോണോമറിക് പ്രോട്ടീൻസ് കോൾഡ് മീറോമയോസിൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് വൺ തിക് ഫിലമെന്റ്. അതായത് മീറോമയോസിൻസിന്റെ പോളിമറാണ് ആര്? മയോസിൻ ഫിലമെന്റ്. ഓക്കെ അല്ലേ? മീറോമയോസിന്റെ പോളിമർ ഓഫ് മീറോമയോസിൻ ആണ് ആര്? മയോസിൻ ഫിലമെന്റ്. ഇനി ഈ മീറോമയോസിൻ എന്താണുള്ളത് നോക്കുന്നത്. ഇൻ ഈച്ച് മീറോമയോസിൻ ഹാസ് ടു ഇമ്പോർട്ടൻറ്റ് പാർട്സ്, എ ഗ്ലോബുലർ ഹെഡ് വിത്ത് എ ഷോർട്ട് ആം ആൻഡ് എ ടെയിൽ. അതായത് ഒന്ന് ഹെഡ് പാർട്ടും അതുപോലെ തന്നെ ടെയിൽ പാർട്ടും. അതിൽ ആ ഫോമർ എന്ന് പറയുന്നത് ആരാണ്? ഗ്ലോബുലർ സ്ട്രക്ചറിൽ വരുന്ന ഹെഡ് പാർട്ട് എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ഹെവി മീറോമയോസിൻ, അതായത് HMM എന്ന് പറയും. ആൻഡ് ദ ലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ ആള് അതാരാ? ടെയിൽ പാർട്ടിന് ലൈറ്റ് മീറോമയോസിൻ അഥവാ LMM എന്ന് പറയും. ഓക്കെ അല്ലേ? അങ്ങനെ HMM-ഉം LMM-ഉം ചേർന്നിട്ടുള്ളതാണ് ആര്? മീറോമയോസിൻ. കൺഫ്യൂഷൻ ഉണ്ടോ? മനസ്സിലായിട്ടില്ലേ? ഇനി HMM കോമൺ, ദാറ്റ് ഈസ് ദ ഹെഡ് ആൻഡ് ഷോർട്ട് ആം അല്ലെ? അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ അങ്ങനെ കാണിക്കാന്ന് വെച്ചാൽ ഇത് ഡയഗ്രം താഴെ കൊടുത്ത് നോക്കട്ടെ, കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇത് തന്നെ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണുന്നില്ലേ? ഈ ഒരു ഭാഗം കാണുന്നില്ലേ? ഇതിൽ ഈ ഒരു ഹെഡ് പാർട്ട് അല്ലെ, ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പം പറഞ്ഞ ഭാഗം HMM, ഹെവി മീറോമയോസിൻ എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ഈ ടെയിൽ പാർട്ടിനെ പറയും LMM, ലൈറ്റ് മീറോമയോസിൻ. ഇത് രണ്ടും ചേർന്നിട്ട് അതായത് മൊത്തത്തിൽ എന്ത് പറയും? മീറോമയോസിൻ. ഓക്കെ അല്ലേ? ഇത് മൊത്തത്തിൽ ആരാണ്? മീറോമയോസിൻ. ഹെഡ് പാർട്ടും അതുപോലെ ടെയിൽ പാർട്ടും കംപ്ലീറ്റ്ലി നമ്മൾ ടോട്ടലി എന്ത് പറയും? മീറോമയോസിൻ എന്ന് പറയും. ഇങ്ങനെയുള്ള മീറോമയോസിൻസ് അതായത് മോണോമർ യൂണിറ്റ്സ് ആണ്. ഇങ്ങനെയുള്ള മീറോമയോസിന്റെ കുറേ മീറോമയോസിൻ ചേർന്നിട്ടാവുന്ന പോളിമർ ആണ് ആര്? മയോസിൻ. ഓക്കെ അല്ലേ? ആ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇപ്പൊ പറഞ്ഞ ഇവിടെ നിർത്തിയ മീറോമയോസിൻ ഒക്കെ പറഞ്ഞു. ഇനി അടുത്തത് HMM കോമ്പണന്റ്, ദാറ്റ് ഈസ് ദ ഹെഡ് ആൻഡ് ഷോർട്ട് ആം പ്രൊജക്ട് ഔട്ട്വേർഡ്സ് അറ്റ് റെഗുലർ ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾ ഫ്രം ഈച്ച് അതർ ഫ്രം ദ സർഫസ് ഓഫ് ദ പോളിമറൈസ്ഡ് മയോസിൻ ഫിലമെന്റ്. എന്താ പറയുന്നത്? ഇതിലിപ്പോ നോക്കിയട്ടെ, ഇതൊരു ഫിലമെന്റ് അല്ലല്ലോ, രണ്ട് ഫിലമെന്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത രീതിയിലല്ലേ അല്ലേ? അതിൽ തന്നെ LMM-ന്റെ പാർട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഔട്ട്വേർഡ്, പുറത്തോട്ടേക്ക് തള്ളി നിന്നിട്ടല്ലേ ഉള്ളത്? പ്രൊജക്റ്റഡ് ഔട്ട്വേർഡ് അല്ലേ? ആ കാര്യങ്ങൾ ഇതിൽ പറയുന്നുള്ളൂ. അതിൽ HMM പാർട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതെന്താണ്? ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് നിൽക്കുന്നത് അല്ലെ? സർഫസ്, ആ പോളിമറൈസ് ചെയ്ത ആ ഒരു സ്റ്റാൻഡ്, നമ്മൾ കാണുന്ന ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇങ്ങനെ ചൊറഞ്ഞ് കാണുന്ന ആ ഒരു സ്റ്റാൻഡ്, ആ സർഫസ് ഇതാണല്ലോ ആ സർഫസ്. ആ സർഫസ് നിന്ന് ഇങ്ങനെ പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുകയാണ് ചെയ്യുന്നത് ആര്? HMM പാർട്ട്. ഓക്കെ, ഒരു മിനിറ്റ്. HMM പാർട്ട് അങ്ങനെ തള്ളി നിൽക്കുന്ന അതിന് നമ്മൾ ക്രോസ് ആ ഒരു തള്ളി നിൽക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെ ക്രോസ് ആർം എന്ന് പറയും. അത് ക്രോസ് ചെയ്ത് നിൽക്കുകയാണ് അല്ലെ? ഇങ്ങനെ ക്രോസ് ചെയ്ത് രണ്ട് ഹെഡ് പാർട്ടാണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. അതിനെന്ത് പറയും? ക്രോസ് ആം എന്ന് പറയും. ഇനി ദ ഗ്ലോബുലാർ ഹെഡ് ഈസ് എൻ ആക്റ്റീവ് ATPase എൻസൈം. ഇനി ഇതിൽ കാണുന്ന ഓരോ ഗ്ലോബുലാർ ഹെഡ് എന്ന് പറയുന്നത് അത് എന്തിന്റെ ആക്റ്റീവ് സൈറ്റ് ആണ്? ആക്റ്റീവ് ATPase. ATP അറിയില്ലേ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അറിയില്ലേ? കേട്ടിട്ടില്ല? ATP കേട്ടിട്ടില്ലേ? ഫോട്ടോസിന്തസിസ് പഠിക്കുന്നുണ്ടാവല്ലോ. ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അതുപോലെ NADPH പഠിച്ചിട്ടുണ്ടാവില്ലേ? നിക്കോട്ടിനമൈഡ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ATP ബൈൻഡ് ചെയ്യുന്ന ആക്റ്റീവ് സൈറ്റ് ആണ് എവിടെയുള്ളത്? ഈ ഗ്ലോബുലാർ ഹെഡിന്റെ പാർട്ടിലുള്ളത്. അതേപോലെ തന്നെ ആൻഡ് ഹാസ് ബൈൻഡിങ് സൈറ്റ്സ് ഫോർ ATP ആൻഡ് ആക്റ്റിൻ. ATPക്ക് മാത്രമല്ല ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റും എവിടെയുണ്ട്? ഈ ഗ്ലോബുലാർ ഹെഡ് പാർട്ടിലുണ്ട്. ഇത് ഉണ്ട് എന്ന് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ടിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓർത്തോക്കേട്ടെ, ഞാൻ സെന്റൻസ് മാർക്ക് ഇൻ ദ റെസ്റ്റിംഗ് സ്റ്റേറ്റ് അല്ലെ? ട്രോപ്പോണിന്റെ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ അതെന്ത് ചെയ്യും? മയോസിന്റെ മുകളിലുള്ള ബൈൻഡിങ് സൈറ്റിന്റെ മാസ്ക് ചെയ്യുന്ന കാര്യം ഓർക്കുന്നില്ലേ? അതിൽ പറഞ്ഞിട്ടില്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞേ. മയോസിന്റെ മുകളിൽ എന്തുണ്ട്? ആക്റ്റിനെ ബൈൻഡ് ചെയ്യുന്ന ബൈൻഡിങ് സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഓർക്കുന്നില്ലേ? അതേപോലെ നമ്മളിപ്പം പഠിച്ച മീറോമയോസിന്റെ ഹെഡ് പാർട്ടിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഹെഡ് പാർട്ട് തന്നെ പറയാം, HMM അല്ലെ? ഹെവി മീറോമയോസിന്റെ പാർട്ടിൽ എന്തുണ്ട്? ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ് ഫോർ ATP ആൻഡ് ആക്റ്റിൻ. ആക്റ്റിനും ഉണ്ട്, അതുപോലെ തന്നെ ATPക്കുള്ള ബൈൻഡിങ് സൈറ്റ്സും ഉണ്ട്. ഓക്കെ അല്ലേ? ഈ ഡയഗ്രം എന്തെങ്കിലും കൺഫ്യൂഷൻ ആണ്? ഇതിൽ ഡയഗ്രത്തില് രണ്ട് സൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? നോക്കിയാട്ടെ, രണ്ടും ഗ്രീൻ പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ വരുന്ന ഭാഗം
അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ജസ്റ്റ് ഗ്രീൻ ആയിട്ട് മാർക്ക് ചെയ്തിട്ട് അത് എന്താന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴത്തത് ATP ബൈൻഡിങ് സൈറ്റും മേലത്തത് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റും. ഇതിനെ മൊത്തത്തിൽ ഹെഡ് എന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു പ്രൊജക്ട് ചെയ്യുന്ന ഈ ഒരു പാർട്ടിന് നമ്മൾ എന്ത് പറഞ്ഞു? ക്രോസ് ആം എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? പിന്നെ ഇത് ഈ ഡയഗ്രാം വരുന്നത് നമ്മൾ മുമ്പ് പഠിച്ച മയോസിന്റെ കേസാണ് കേട്ടോ ഈ ഡയഗ്രാം വരുന്നത്. ഞാൻ ട്രോപ്പോണിൻ എന്നൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? ട്രോപ്പോമയോസിൻ എഫാക്ട്. ഈ ബീഡ്സിന്റെ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇതാണ് എഫാക്റ്റിന്. ബീഡ്സ് അതിന്റെ മുകളിലോട്ട് വരുന്ന ആ സംഭവം, അതിനോട് റൺ ചെയ്ത് പോകുന്ന ആളാണ് ആര്? ഒരു കയറ് പോലെ കാണുന്നില്ലേ? അതാണ് ആര്? ട്രോപ്പോമയോസിൻ. ഇനി ആ ട്രോപ്പോമയോസിന്റെ മുകളിലായിട്ട് ഒരു മുത്ത് പിടിപ്പിച്ച പോലെ കാണുന്നത് ആരാണ്? ട്രോപ്പോണിൻ. ഓക്കെ അല്ലേ? ആ ഡയഗ്രാം ഒക്കെ ഇത് വരക്കാൻ വിട്ടുണ്ടാ? അപ്പൊ മെയിൻ ആയിട്ട് എനിക്ക് എന്റെ ഓർമ്മയിലുള്ളത് ഈ ഒരു ഭാഗം വരച്ചതായിട്ട് എന്റെ ഓർമ്മ, ഈ ഒരു ഭാഗം. അപ്പൊ ഡയഗ്രാമിൽ ഒന്ന് വരച്ച് പഠിക്കണം കേട്ടാ. നോട്ടിലേക്ക് ഇപ്പൊ വരക്കണ്ട, ഇപ്പൊ നമുക്ക് നോട്ട് ചെയ്ത് ഇപ്പൊ എടുത്തത് നോട്ട് ചെയ്താം. അപ്പൊ ഇന്നലത്തെ ഹെഡിങ്ങിന്റെ താഴെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കോ. പോയിന്റ് പോയിന്റ് പറഞ്ഞാ പോരെ? എഴുതിക്കോ. മയോസിൻ ഫിലമെന്റ് ഈസ് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതെയാ? അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇൻ ദ റെസ്റ്റിംഗ് സ്റ്റേറ്റ് ഇത് അത് എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ടില്ല. ആ ആ ആ ആ ആ ആ അത് എഴുതിയില്ലേ? ഇനിയിപ്പൊ ഇന്ന് എടുത്തതല്ലേ പറയാനുള്ളൂ നോട്ട് അല്ലേ? അപ്പൊ എഴുതിക്കോ. മയോസിൻ ഫിലമെന്റ് ഈസ് എ പോളിമർ ഓഫ് മയോസിൻ. ഹെഡിങ് ചെയ്തണ്ട. ഹെഡിങ് കാരണം ഓൾറെഡി എഴുതിയില്ലേ? സ്ട്രക്ചർ ഓഫ് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ എഴുതിയിട്ടുണ്ടാവല്ലോ. അതന്നെ ഹെഡിങ്. അത് ആദ്യം എഴുതി, കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയില്ലേ? ആ അടുത്ത അതിന്റെ സബ് ഹെഡിങ് ആയിട്ട് ആക്ട് എന്നായിട്ട് എഴുതാൻ പറഞ്ഞോ? ഇല്ലല്ലോ. വേണമെങ്കിൽ കഴിഞ്ഞ എഴുതിയ പോയിന്റിന്റെ മേലെ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സബ് ഹെഡിങ് ആയിട്ട് ആക്ട് എന്ന് കൊടുത്തോ. നമ്മൾ ആക്ടിന്റെ കേസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്നിട്ട് താഴെ ഇപ്പൊ എഴുതുന്നതിന്റെ മുമ്പായിട്ട് എന്ത് കൊടുത്താൽ മതി? സബ് ഹെഡിങ്. നമ്മളിപ്പോ എഴുതാൻ പോകുന്നത് മയോസിനെ കുറിച്ച്. ചെറിയൊരു സബ് ഹെഡിങ് ആയിട്ട് എന്ത് കൊടുക്കണം? മയോസ് എന്ന് കൊടുത്തോ. പറയട്ടെ. മയോസിൻ ഫിലമെന്റ് ഈസ് എ polymerized protein of meromyosins. Protein of meromyosins. Full stop. അടുത്ത പോയിന്റ് എഴുതിക്കോ. Each meromyosin has each meromyosin has two parts, comma. Each meromyosin has two parts, comma. A globular head with a short arm. A globular head with a short arm called a globular head with a short arm called heavy meromyosin. ബ്രാക്കറ്റിൽ എഴുതിക്കോ അതിന്റെ ഷോർട്ട് ഫോം HMM. ബ്രാക്കറ്റിൽ HMM, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. and a tail part
and a tail part called light meromyosin. ബ്രാക്കറ്റിൽ LMM ക്യാപ്സിൽ ഇതാണ് LMM ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഫുൾ സ്റ്റോപ്പ്. എഴുതിയോ? അടുത്ത പോയിന്റ് എടുക്കോ. ഹെഡ് ആൻഡ് ഷോർട്ട് ആം of meromyosin projects outwards at a regular distance and angle from each other from the surface of polymerized myosin filament known as cross arm. Polymerized myosin filament known as cross arm. The globular head part contain active binding sites for ATP and actin. എഴുതിയില്ലേ? ഫുൾ സ്റ്റോപ്പ്. കംപ്ലീറ്റ്. The globular head part contain active binding sites for ATP and actin. Binding sites, SITES. Binding sites for ATP and actin. Full stop. ഇനി അടുത്ത ഹെഡിങ്. ഇനി നമുക്ക് പഠിച്ചിട്ട് പറഞ്ഞിട്ട് നോട്ട് ചെയ്താ. അടുത്തത് മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ. കാണുന്നില്ലേ? ഇനി മസിൽ കോൺട്രാക്ഷന്റെ മെക്കാനിസം പഠിക്കാനുണ്ട്. അത് എന്നുള്ളത് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി വെച്ച് പഠിക്കാൻ പറ്റുന്ന പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ദി സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് കോൺട്രാക്ഷൻ ഓഫ് മസിൽ ഫൈബർ ടേക്സ് പ്ലേസ് ബൈ ദി സ്ലൈഡിംഗ് ഓഫ് തിൻ ഫിലമെന്റ്സ് ഓവർ ദ തിക് ഫിലമെന്റ്സ്. അതായത് കോൺട്രാക്ഷൻ ഏത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. അതായത് തിൻ ഫിലമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? തിക് ഫിലമെന്റ്സ് നമ്മൾ ഏതൊക്കെ പഠിച്ചു? തിൻ ഫിലമെന്റ്സ് എന്ന് പറയുന്നത് ആക്ടിൻസ് അല്ല. തിൻ ഫിലമെന്റ്സ് ആക്ടിൻസ് ആണ്. തിക് ഫിലമെന്റ്സ് ആരാണ്? മയോസിൻ ആണ് അല്ലെ? അപ്പൊ ആ ഒരു തിൻ ഫിലമെന്റ്സ് എന്ത് ചെയ്യുക? തിക് ഫിലമെന്റ്സിലൂടെ സ്ലൈഡ് ചെയ്ത് പോകും. സ്ലൈഡിങ് അറിയില്ലേ? സ്ലൈഡ് ചെയ്ത് പോകുന്നതിലൂടെയാണ് എന്ത് നടക്കുന്നത്? കോൺട്രാക്ഷൻ ഓഫ് മസിൽ ഫൈബർ. ഓരോ മസിൽ ഫൈബറിന്റെ കോൺട്രാക്ഷൻ നടക്കുന്നത് ഏത് പ്രകാരം പറയുന്നത്? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി പ്രകാരം പറയുന്നത്.
ഓക്കെ അല്ലേ? അതിന്റെ താഴെ എക്സ്പ്ലനേഷൻ ഉണ്ട്, നോക്കാം. ഇനി മസിൽ കോൺട്രാക്ഷൻ ഈസ് ഇനീഷ്യേറ്റഡ് ബൈ എ. ഇനി അതിന്റെ കംപ്ലീറ്റ് മെക്കാനിസം പറയുന്നത്. ജസ്റ്റ് ഒരു സെന്റൻസിൽ നമ്മൾ പറഞ്ഞു തീർത്തു, പക്ഷെ അതിൽ തന്നെ കുറെ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. മസിൽ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യേറ്റ് സ്റ്റാർട്ട്, നമ്മൾ പറയും ഇനീഷ്യേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, ഇനീഷ്യേറ്റീവ് എടുക്കാന്നെല്ലാം പറയുന്നത്. അതേപോലെ ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ബൈ എ സിഗ്നൽ സെൻഡ് ബൈ ദി സെൻട്രൽ നെർവ് സിസ്റ്റം വയ എ മോട്ടോർ ന്യൂറോൺ. നമ്മൾ പഠിച്ച ന്യൂറോൺ ഒക്കെ പഠിച്ചതല്ലേ. മോട്ടോർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ എന്താണ്? സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ നിന്നും നമ്മളെ ബോഡി പാർട്സിലോട്ടേക്ക് പോകുന്ന ന്യൂറോൺ ആണ് മോട്ടോർ ന്യൂറോൺ. ഓക്കെ അല്ലേ? ഇങ്ങനെയുള്ള മോട്ടോർ ന്യൂറോൺ വഴി CNS എന്ന് പറഞ്ഞാൽ സെൻട്രൽ നെർവ് സിസ്റ്റം വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സിഗ്നൽ വരും. ആ സിഗ്നൽ പ്രകാരം എന്ത് നടക്കുന്നത്? മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? വെറുതെ അങ്ങ് മസിൽ കോൺട്രാക്ഷൻ നടക്കണം. നമ്മുടെ ബോഡിയിലുള്ള ഓരോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ നെർവ് സിസ്റ്റം അല്ലേ. അപ്പൊ ആ ഭാഗത്ത് സിഗ്നൽ കിട്ടിയാൽ മാത്രമേ നമ്മളെ ബോഡിയിൽ ഓരോ ആക്ടിവിറ്റി നടക്കുള്ളൂ. ഓക്കെ അല്ലേ? ഇനി എ മോട്ടോർ ന്യൂറോൺ along with the muscle fibers connected to it constitute a motor. ഇനി മോട്ടോർ യൂണിറ്റ് എന്താന്ന് പഠിക്കാം. അതായത് മോട്ടോർ ന്യൂറോൺ along with മസിൽ ഫൈബർ, മസിൽ ഫൈബറും മോട്ടോർ ന്യൂറോണും ഒന്നിച്ച് എടുത്ത് പറയുന്നതാണ് മോട്ടോർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്. മോട്ടോർ ന്യൂറോൺ എന്തായിരിക്കും? മസിൽ ഫൈബറായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, ആ ഒരു കംപ്ലീറ്റ് സെറ്റിന് നമ്മൾ എന്താ പറയും? മൊത്തത്തിൽ പറയും മോട്ടോർ യൂണിറ്റ് എന്ന് പറയും. ഇനി the junction between a motor neuron and a sarcolemma of the muscle fiber is called neuromuscular junction or motor end plate. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സാക്കോലമ. കഴിഞ്ഞ വെനസ്ഡേ പറഞ്ഞത്. സാക്കോലമ ഏതും തമ്മിലുള്ള ഗ്യാപ്പാ പറഞ്ഞത്? രണ്ട് സെഡ് ലൈൻ തമ്മിലുള്ള ഗ്യാപ്പ് അല്ലേ? രണ്ട് സെഡ് ലൈൻ. സെഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്ത് പോകുന്നത്. ഏതിലോട്ട് പെർപെൻഡിക്കുലർ പാസ് ചെയ്യുന്നതിനു? ഓർക്കുന്നുണ്ടോ? സ്കെലറ്റൽ മസിൽസിന്റെ ഹെഡിങ് പ്രത്യേകം എടുത്ത് പഠിച്ചു നമ്മൾ. ഓർക്കുന്നില്ലേ? അതിൽ സ്ട്രയാഷൻസ് വരാൻ കാരണം എന്ത് ചെയ്യുന്നത്? ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഐ ബാൻഡ്, എ ബാൻഡ് കാണുന്നത് ഓർക്കുന്നില്ലേ? അതിൽ ഐ ബാൻഡിൽ കാണുന്നതാണ് സെഡ് ലൈന്, അതേ സ്ഥാനത്ത് എ ബാൻഡിൽ കാണുന്നതാണ് എം ലൈന്. പറയുന്ന ഓർക്കുന്നില്ലേ? ക്ലാസ് കേട്ടതുകൊണ്ട് ഓർക്കുന്നുണ്ടാവല്ലോ അല്ലേ? അപ്പൊ അതിൽ രണ്ട് സെഡ് ലൈൻ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? സാക്കോലമ. അങ്ങനെയുള്ള ഓരോ മസിൽ ഫൈബറിന്റെ സാക്കോലമ, അതുപോലെ മോട്ടോർ ന്യൂറോൺ, ഇത് രണ്ടിന്റെ ഇടയിൽ വരുന്ന ജംഗ്ഷനെ പറയുന്ന പേരാണ് ഞാൻ ഇപ്പൊ ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്ന മോട്ടോർ എൻഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, സിമ്പിൾ ആണ്. ന്യൂറോ മസ്കുലാർ എന്ന് പഠിക്കാൻ സിമ്പിൾ ആണ്. കാരണം ഒരു ന്യൂറോണും ഒരു മസിലും തമ്മിലുള്ള ജംഗ്ഷൻ നിങ്ങൾ കഴിഞ്ഞ 10th സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ട്. സിനാപ്സ് എന്നിട്ട് പഠിച്ച ഓർമ്മയുണ്ടോ? രണ്ട് ന്യൂറോൺ തമ്മിലുള്ള ഗ്യാപ്പ്, അല്ലെങ്കിൽ ഒരു ന്യൂറോൺ ഒരു മസിൽ തമ്മിൽ, അല്ലെങ്കിൽ ഒരു ന്യൂറോൺ ഒരു ഗ്ലാൻഡുലാർ സെല്ലും തമ്മിലുള്ള ഗ്യാപ്പിനെ സിനാപ്സ് എന്ന് പഠിക്കുന്നില്ലേ? അതേപോലെ ആ ഒരു ജംഗ്ഷൻ തന്നെയാണ് സിനാപ്സ് തന്നെ. ഇത് സിനാപ്സിന്റെ വേറൊരു പേരാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. അത് വേറെ എടുത്ത് പറയാനുള്ള കാരണം ഗ്യാപ്പ് രണ്ട് ന്യൂറോൺ തമ്മിലല്ല, ഒരു ന്യൂറോണും ഒരു മോട്ടോർ ന്യൂറോണും മസിൽ എന്ന് പറയുമ്പോൾ അതിന്റെ സാക്കോലമയും തമ്മിലുള്ള ജംഗ്ഷനാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ അഥവാ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എ ന്യൂറൽ സിഗ്നൽ റീച്ചിങ് ദി ദിസ് ജംഗ്ഷൻ റിലീസസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇതൊക്കെ പഠിച്ചു ഓർക്കുന്നത്. അസറ്റൈൽ കൊളൈൻ, ഡോപ്പമൈൻ പഠിച്ചു ഓർക്കുന്നില്ലേ? ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോന്റെ ഒരു അറ്റുണ്ടല്ലോ, സിനാപ്റ്റിക് നോബ് അല്ലെ? സിനാപ്റ്റിക് നോബ് എന്നാണ് ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യുന്നുള്ളത്? എമിറ്റ് ചെയ്യുന്നത്. ഓർക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ CNS, അതായത് ഈ സെന്റൻസിൽ പറഞ്ഞ ന്യൂറൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ CNS വരുന്ന സിഗ്നൽ എന്ത് ചെയ്യും? ഈ ജംഗ്ഷനിലാണ് ആദ്യം എത്താം. ഈ ജംഗ്ഷനിൽ എത്തിക്കാൻ ആ സമയത്ത് എന്ത് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും, വിച്ച് ജനറേറ്റ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ദ സാക്കോലമ. സാക്കോലമയിൽ എന്ത് ചെയ്യും? ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ, ഒരു ആക്ഷൻ നടക്കുന്ന രീതിയിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഫോം ചെയ്യും. എവിടാ? സാക്കോലമയിൽ ഫോം ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ദിസ് സ്പ്രെഡ്, ഇതെന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. ദിസ് സ്പ്രെഡ് ത്രൂ ദി മസിൽ ഫൈബർ ആൻഡ് കോസസ് ദ റിലീസ് ഓഫ് കാൽഷ്യം അയോൺസ് ഇൻ ദ സാക്കോപ്ലാസം. ഈ പറഞ്ഞ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ത്രൂ ഔട്ട് ദി മസിൽ ഫൈബറിൽ ഇത് സ്പ്രെഡ് ചെയ്ത് അതെന്ത് ചെയ്യും? സാക്കോപ്ലാസത്തിലോട്ടേക്ക് കാൽഷ്യം അയോൺ റിലീസ് ചെയ്യാൻ കാരണമാകും. ഇറ്റ് കോസസ് ദി റിലീസ് ഓഫ് കാൽഷ്യം അയോൺസ് ഇൻ ടു ദി സാക്കോപ്ലാസം. നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് പോലെ സാക്കോലമ എന്ന് പറയുന്നതിൽ കാണുന്ന പ്ലാസ്മ, ആ പാട്ടാണ് സാക്കോപ്ലാസം. ഓക്കെ അല്ലേ? സൈറ്റോപ്ലാസം പഠിക്കുന്ന പോലെ തന്നെയാണ് സാക്കോപ്ലാസം. സിമ്പിൾ ആണ്. മസിലിൽ വരുന്ന സൈറ്റോപ്ലാസത്തിന് സാക്കോപ്ലാസം എന്ന് പറയും. ഇതിലേക്ക് എന്ത് റിലീസ് ചെയ്യും? കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യും. ഇനി
Increase in calcium 2 plus levels leads to the binding of calcium with the subunit of troponin on actin filament and thereby removing the masking of active sites for myosin. എന്താ ഇവിടെ പറയുന്നത്? നമ്മൾ പഠിച്ച കാര്യം തന്നെ. എന്താ പറയുന്നത്? കാൽഷ്യം ലെവൽസ് എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്? അതെന്ത് ചെയ്യും? കാൽഷ്യം എന്ത് ചെയ്യും? ഈ കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ കാൽഷ്യം പോയിട്ട് എവിടെ ബൈൻഡ് ചെയ്യും? ട്രോപ്പോണിന്റെ നമ്മുടെ ആക്റ്റിൻ ഫിലമെന്റ്സിന്റെ മുകളിലുള്ള ആളാണ് ആര്? നമ്മൾ മുത്ത് പിടിപ്പിച്ച പോലെ കണ്ടില്ലേ? ട്രോപ്പോണിന്. ട്രോപ്പോണിനിൽ പോയിട്ട് ആര് ബൈൻഡ് ചെയ്യും? കാൽഷ്യം അയോൺസ് ബൈൻഡ് ചെയ്യും. അതുവഴി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ട്രോപ്പോണിൻ എന്ത് ചെയ്യുന്നുണ്ട്? മയോസിന്റെ മുകളിലുള്ള ആക്റ്റീവ് സൈറ്റ്സിനെ മാസ്ക് ചെയ്യുന്നെന്ന് ഓർക്കുന്നില്ലേ? അല്ലേ? അപ്പം ട്രോപ്പോണിനെ ആര് ബൈൻഡ് ചെയ്തു? കാൽഷ്യം ബൈൻഡ് ചെയ്തു. അപ്പൊ അതെന്ത് ചെയ്യും? അതിന്റെ മാസ്കിംഗ് ഒഴിവാക്കും. ദെർബൈ റിമൂവ് ദി മാസ്കിംഗ് ഓഫ് ആക്റ്റീവ് സൈറ്റ്സ് ഫോർ മയോസിൻ. മയോസിന്റെ മുകളിലുള്ള ആക്റ്റീവ് സൈറ്റ്സ് ആയിട്ടുള്ള ആ ഒരു മാസ്കിംഗ് എന്താ ചെയ്യും? റിമൂവ്. കാരണം അത് കാൽഷ്യമായിട്ട് ഒരു ലിങ്ക് വന്ന്. പിന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മാസ്ക് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ഓക്കെ അല്ലേ? അങ്ങനെ സംഭവിക്കും എന്ത് ചെയ്യും? യൂട്ടിലൈസിംഗ് ദ എനർജി ഫ്രം എ ടി പി ഹൈഡ്രോളിസിസ്. അതായത് എ ടി പി ഹൈഡ്രോളിസിസ് യൂസ് ചെയ്തിട്ട് എവിടുന്ന് എ ടി പി ഹൈഡ്രോളിസിസ് നടക്കാം? മയോസിന്റെ ആക്റ്റീവ് സൈറ്റ്സ് നടക്കും. ഓക്കെ അല്ലേ? അവിടെ എന്തുണ്ട്? എ ടി പി ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. അവിടെ പോയി എ ടി പി എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്ത് എ ടി പി അവിടുന്ന് ഹൈഡ്രോളൈസ് ചെയ്യും. ഹൈഡ്രോളൈസ് എന്ന് പറഞ്ഞാൽ അറിയണ്ട? ഇതിന്റെ ബോണ്ട് ബ്രേക്കിംഗ് ആ പറയുന്നത്. ഓക്കെ അല്ലേ? ലിസിസ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ബ്രേക്കിംഗ്. ഇനി ഹൈഡ്രോളിസിസ് വഴി എന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യും. ആ എനർജി യൂസ് ചെയ്തിട്ട് മയോസിൻ ഹെഡ് നൗ ബൈൻഡ്സ് ടു ദി എക്സ്പോസ്ഡ് ആക്റ്റീവ് സൈറ്റ്സ് ഓൺ ദി ആക്റ്റിൻ ടു ഫോം എ ക്രോസ് ബ്രിഡ്ജ്. എ ടി പി ഹൈഡ്രോളിസിസ് വരുന്ന എനർജി ഉണ്ടല്ലോ, അത് യൂട്ടിലൈസ് ചെയ്തിട്ട് മയോസിൻ ഹെഡ് ഇതാണ് HMM ഹെവി മീറോ മയോസിൻ എന്ത് ചെയ്യും? ആക്റ്റിന്റെ മുകളിലുള്ള ആക്റ്റീവ് സൈറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. എന്നിട്ട് ഒരു ബ്രിഡ്ജ് ഫോം ചെയ്യും. ഓക്കെ അല്ലേ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എ ടി പി എവിടെ പോയിട്ടാ ബൈൻഡ് ചെയ്യാ? മാസ്കിംഗ് സൈറ്റ്. അതായത് നേരത്തെ മാസ്ക് ചെയ്ത ആ ഭാഗം ഫ്രീ ആയി. എവിടെയുള്ള മയോസിന്റെ ഭാഗം ഫ്രീ ആയി. അവിടെ പോയി എ ടി പി ബൈൻഡ് ചെയ്യും, ഹൈഡ്രോളൈസ് ചെയ്യും. ആ എനർജി യൂസ് ചെയ്ത് അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി യൂസ് ചെയ്തിട്ട് മയോസിന്റെ ഹെഡ് എന്ത് ചെയ്യും? ആക്റ്റിനിലുള്ള എക്സ്പോസ്ഡ് ആക്റ്റീവ് സൈറ്റ്സിലേക്ക് ബൈൻഡ് ചെയ്യും. അതുവഴി അവർ തമ്മിൽ മയോസിനും ആക്റ്റിനും തമ്മിൽ എന്ത് ഫോം ചെയ്യും? ഒരു മയോസിന്റെ ഏത് ഭാഗമാണ് ഒരു ബ്രിഡ്ജ് ഫോം ചെയ്യുന്നത്? മെയിൻ നോക്കാം, ഹെഡ് പാർട്ട്. മയോസിന് രണ്ട് ഭാഗം പഠിച്ചു നമ്മൾ. ഹെഡ് പാർട്ടും പഠിച്ചു, അതുപോലെ ടെയിൽ പാർട്ട്. അതിന്റെ ഹെഡ് പാർട്ടാണ് ആരുമായിട്ട് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യിക്കുന്നത്? ആക്റ്റിനുമായിട്ട്. ആ ഡയഗ്രത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാണുന്നില്ലേ? ഹെഡും കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ മയോസിന്റെ ഹെഡ് പാർട്ട്. ഇത് ഈ ഭാഗം. ഈ ഭാഗവും ഇയാളാരാ? ഓർത്ത് നോക്കിയേ. ഇതാരാ? ആക്റ്റിൻ. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലേ? എഫ് ആക്റ്റിന്റെ ആ മുത്ത് പിടിപ്പിച്ച സ്റ്റാൻഡ്. അപ്പൊ അത് തമ്മിൽ കണ്ട അതില് ഇയാളൊരു ബന്ധമില്ല. ഈ ടെയിൽ പാർട്ടുമായിട്ട് ഒരു ബന്ധമില്ല. അവിടെ ഈ ഒരു ഹെഡ് പാർട്ട് മാത്രമാണ് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യിക്കുന്നത്. കാണുന്നില്ലേ? അതിന്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടില്ല. ആദ്യം ഈ ഡയഗ്രത്തിൽ എന്താ കാണിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്? ആദ്യം എ ടി പി മയോസിന്റെ ഹെഡ് പാർട്ടിലുള്ള എ ടി പി ബൈൻഡിങ് സൈറ്റിലേക്ക് ആര് വന്ന് നിൽക്കും? എ ടി പി വന്ന് നിൽക്കും. ഓക്കെ അല്ലേ? രണ്ടാമത് എന്താ സംഭവിക്കുന്നത്? എ ടി പി എ ഡി പി ആയിട്ട് മാറും. അതായത് എ ടി പിന്റെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഫോസ്ഫേറ്റ് ഇവിടെ കണ്ട ഒരു ഫോസ്ഫർ എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് പോകും. ബാക്കി എത്ര ഉണ്ടാവുക? രണ്ടെണ്ണം ഉണ്ടാവും. ആദ്യം അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ആണ്. ഒരു ഫോസ്ഫേറ്റ് പോയി കഴിഞ്ഞാൽ ബാക്കി ആരല്ലേ? ഡൈഫോസ്ഫേറ്റ്. അതുകൊണ്ടാണ് എ ഡി പി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എ ടി പി ഇവിടെ ആദ്യം ബൈൻഡ് ചെയ്തു. ഇവിടെ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ടെക്സ്റ്റ് ബുക്കിൽ അത് മാർക്ക് ചെയ്തോ. ഇവിടെ നടക്കുന്നത് എ ടി പി ബൈൻഡിങ്. എടുക്കോ, ചെറുങ്ങനെ എടുക്കോ. എ ടി പി ബൈൻഡിങ് ഓൺ ദി ഇതെന്നില്ലേ? എ ടി പി ബൈൻഡിങ് ഓൺ ദി ആക്റ്റീവ് സൈറ്റ്സ് ഓൺ ദി മയോസിൻ ഹെഡ്. എ ടി പി binding on active sites active sites in the myosin head. Active sites in the myosin head. മയോസിൻ ഹെഡ്. മയോസിൻ ഹെഡിലുള്ള അല്ലെങ്കിൽ ഓൺ എഴുതിയാലും മതി. പക്ഷെ രണ്ട് ഓൺ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാനാ ഇന്ന് പറഞ്ഞത്. കേൾക്കാമല്ല, ഒരു മിനിറ്റ്. അത് സ്ഥലം ഇങ്ങോട്ടേക്ക് മാറി, അതോട്ട് റേഞ്ചിലെടുത്ത് മാറി. ഇപ്പൊ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നില്ലേ? എ ടി പി ബൈൻഡ്സ് ഓൺ ദി ആക്റ്റീവ് സൈറ്റ്സ് ഇൻ ദി മയോസിൻ ഹെഡ് പാർട്ട്. രണ്ടാമത്തേത് നോക്കിയോ. രണ്ടാമത്തെ ഇവിടെ മാർക്ക് ചെയ്തോ. ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചത്.
ഓക്കെ അല്ലേ? ഹലോ, ഒറ്റ സെക്കൻഡേ. ഇങ്ങനെ സൈക്ലിക് പ്രോസസ് റിപ്പീറ്റ് ചെയ്യും ആൻഡ് ദ ബ്രേക്കേജ് ഇസ് റിപ്പീറ്റഡ് കോസിങ് ഫർദർ സ്ലൈഡിങ്. ഓക്കെ അല്ലേ? ബ്രേക്കേജ് എന്ന് പറഞ്ഞാൽ ഏതിനെ കുറിച്ചിട്ടാണ് ബ്രേക്കേജ് പറയുന്നത്? ക്രോസ് ബ്രിഡ്ജിന്റെ ബ്രേക്കേജ് ആണ്. ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും, പിന്നെയും ബ്രേക്ക് ചെയ്യും, പിന്നെയും ഫോം ചെയ്യും. അങ്ങനെ സൈക്ലിക്കലി എന്ത് നടക്കുന്നുണ്ട്? സൈക്ലിക്കലി ഒരു കോൺട്രാക്ഷൻ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദ പ്രോസസ് കണ്ടിന്യൂസ് ടിൽ ദ കാൽഷ്യം 2 plus ions are pumped back to the sarcoplasmic cisternia, റിസൾട്ടിങ് ഇൻ ദ മാസ്കിംഗ് ഓഫ് ആക്ടിൻ ഫിലമെന്റ്സ്. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത് എപ്പോൾ വരെയാണ്? നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യം ഓർക്കുന്നില്ലേ? കാൽഷ്യം 2+ എവിടെ ബൈൻഡ് ചെയ്യുന്നുണ്ട്? ട്രോപ്പോണിനിൽ ബൈൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മയോസിന്റെ ആക്റ്റീവ് സൈറ്റ് എന്ത് ചെയ്യുന്നത്? ഫ്രീ ആയിട്ട് മാറുന്നത്. ഇനി എപ്പോഴാണോ കാൽഷ്യം പ്ലസിന്റെ അവൈലബിലിറ്റി കുറയുന്നത്, അതുവഴി ട്രോപ്പോണിന്റെ ബൈൻഡിങ് കുറയും. ഇപ്പൊ ട്രോപ്പോണിൻ എന്ത് ചെയ്യും? മയോസിന്റെ ആദ്യത്തെ പോലെ തന്നെ എന്ത് ചെയ്യും? മാസ്ക് ചെയ്തു അല്ലേ? മാസ്ക് ചെയ്യും, പിന്നെ അതിന് കോൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യും? റിലാക്സേഷൻ നടക്കാം. കാൽഷ്യം 2+ന്റെ ബൈൻഡിങ് ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം റിലാക്സേഷൻ എന്ന് പറയും. അതായത് ഒറിജിനൽ പൊസിഷനിലോട്ടേക്ക് ആര് തിരിച്ചു വരും? സെഡ് ലൈൻസ് തിരിച്ചു വരും. ഓക്കെ അല്ലേ? ഇങ്ങനെയുള്ള ഈ ഒരു റിയാക്ഷൻ, ഇതൊരു കോൺട്രാക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ആണല്ലോ, ഒരു പ്രോസസ് ആണല്ലോ. ഇതിന്റെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് ഓരോ മസിൽസിന്റെ കേസിൽ ഡിഫറെന്റ് ആയിരിക്കും. ചിലതിന്റെ കേസിൽ അത് 10 മിനിറ്റ് നിലനിൽക്കുകയാണെങ്കിൽ ചിലതിന്റെ കേസിൽ അത് എന്തായിരിക്കും? 5 മിനിറ്റ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ് നോക്കിയിട്ട് റിപ്പീറ്റഡ് ആക്ടിവേഷൻ ഓഫ് ദ മസിൽസ് ക്യാൻ ലീഡ് ടു അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ഡ്യൂ ടു അനേറോബിക് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ഇൻ ദം കോസിംഗ് ഫാറ്റ്. എന്താ പറയുന്നത്? നമ്മളെ മസിൽസ് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക. അത് ആക്ടിവേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മളെ കാൽഷ്യം 2+ന്റെ ബൈൻഡിങ് വഴി അല്ലേ? കാൽഷ്യം 2+ ട്രോപ്പോണിനിൽ ബൈൻഡിങ് ചെയ്യുന്നതിനനുസരിച്ചാണ് മസിൽസ് എന്ത് ചെയ്യുന്നത്? ആക്റ്റീവ് ആവുന്നത്. ഇങ്ങനെ റിപ്പീറ്റഡ്ലി ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? മസിൽ സെൽസിൽ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യും. അതായത് ഈ പ്രോസസ്സിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ലാക്റ്റിക് ആസിഡ്. അത് എങ്ങനെ ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് എന്ത് മനസ്സിലാക്കാം? മസിൽസ് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ലാക്റ്റിക് ആസിഡ്സ് എന്ത് ചെയ്യും? അവിടെ അക്യുമുലേറ്റ് ചെയ്യും. അതിന് റീസൺ പറഞ്ഞത് ഡ്യൂ ടു അനൈറോബിക് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ഇൻ ദം കോസിംഗ് ഫാക്ടർ. അനൈറോബിക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഓക്സിജന്റെ പ്രസൻസിൽ അല്ലാതെ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ നടക്കുമ്പോഴാണ് ലാക്റ്റിക് ആസിഡ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യും? ക്ഷീണം അനുഭവപ്പെടും. അതായത് ഫാറ്റിക് എന്ന് പറയുമ്പോൾ അറിയില്ലേ? നമുക്ക് തീരെ കഴിയാത്ത പോലെ, നന്നേയും ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥ. നമ്മളെ മസിൽസ് ഒക്കെ വീക്കായി മാറാന്ന് അർത്ഥം. ഓക്കെ അല്ലേ? ഇനി മസിലിൽ കാണുന്ന ഒരു സംഭവം നോക്കട്ടെ. മസിൽ കണ്ടെയ്ൻ റെഡ് കളേർഡ് ഓക്സിജൻ സ്റ്റോറിംഗ് പിഗ്മെന്റ് കോൾഡ് മയോഗ്ലോബിൻ. മയോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു റെഡ് കളേർഡ് ഓക്സിജൻ സ്റ്റോറിംഗ് പിഗ്മെന്റ് ആണ്. അതായത് ഓക്സിജൻ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് മസിൽസിൽ. ഓക്കെ അല്ലേ? Any myoglobin content is high in some of the muscles which gives a reddish appearance. ചില മയോഗ്ലോബിന്റെ കേസിൽ, ചില മസിൽസിന്റെ കേസിൽ മയോഗ്ലോബിന്റെ കണ്ടന്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ കളർ എന്തായിരിക്കും? കുറച്ച് കൂടുതൽ റെഡിഷ് ആയിരിക്കും. ഓക്കെ അല്ലേ? അതായത് മയോഗ്ലോബിൻ റെഡ് കളേർഡ് ആണ്. അതിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഒരു മസിൽ സെൽസിന്റെ കളർ മോർ റെഡിഷ് ആയിട്ട് മാറും. ഓക്കെ, ഈ സച്ച് മസിൽസ് ആർ കോൾഡ്, അങ്ങനെയുള്ളതിന് നമ്മൾ റെഡ് ഫൈബേഴ്സ് എന്ന് പറയും. Such muscles are called red fibers. These muscles also contain plenty of mitochondria which can utilize the large amount of oxygen stored in them for ATP production. അങ്ങനെയുള്ള മസിൽസിൽ നമ്മളിപ്പം റെഡ് ഫൈബേഴ്സിന്റെ കേസിൽ കുറെ എന്തുണ്ടെന്ന് പറഞ്ഞു? മയോഗ്ലോബിൻ ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അതിൽ എന്തുണ്ടാവും? മൈറ്റോകോൺട്രിയന്റെ അളവും കൂടുതലായിരിക്കും. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ പവർ ഹൗസ് എന്ന് പഠിച്ചത് ഓർക്കുന്നില്ലേ? ഓക്സിജൻ സ്റ്റോറേജ്. അങ്ങനെയുള്ള മൈറ്റോകോൺട്രിയ എന്ത് ചെയ്യും? അതിന് ലാർജ് എമൗണ്ട് ഓഫ് ഓക്സിജൻ, അത് മയോഗ്ലോബിനിൽ കുറെ ഓക്സിജൻ ഉണ്ടെന്ന് അറിയാലോ. മയോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ സ്റ്റോർ ചെയ്യപ്പെടുന്ന സെല്ലാണ്. മയോഗ്ലോബിൻ കൂടുതലാണെങ്കിൽ അവിടെ മൈറ്റോകോൺട്രിയ കൂടുതലായിരിക്കും. മൈറ്റോകോൺട്രിയ എന്ത് ചെയ്യും? ഈ മയോഗ്ലോബിലുള്ള കൂടുതൽ ആ ലാർജ് എമൗണ്ട് ഓഫ് ഓക്സിജൻ എന്ത് ചെയ്യും? യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്നത്. ഓക്കെ അല്ലെ? ATP പ്രൊഡക്ഷൻ എന്ത് വേണമെന്ന് പഠിച്ചോ? ഓക്സിജൻ ഇല്ലാണ്ട് ATP പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്സിഡേഷൻ നടത്തണം.
ഓക്കെ അല്ലേ? ഫോസ്ഫേറ്റിനുള്ള അഡീഷൻ നടത്താന്നെല്ലാം പറയുമ്പോൾ ഓക്സിഡേഷൻ നടക്കുന്ന അവിടെ. ഓക്സിഡേഷൻ എന്ത് വേണം? ഓക്സിജന് വേണം. അത്രയേ ഉള്ളൂ. ദീസ് മസിൽസ് ദർഫോൺ ക്യാൻ ആൾസോ ബി കോൾഡ് അയറോബിക് മസിൽസ്. കൂടുതൽ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള മസിൽസിന് എന്തും കൂടി പറയും, ബ്ലഡ് ഫൈബേഴ്സ് മാത്രമല്ല അയറോബിക് അല്ലെങ്കിൽ എയ്റോബിക് മസിൽസ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഓൺ ദ അതർ ഹാൻഡ് സം ഓഫ് ദ മസിൽസ് പോസസ് വെരി ലെസ് ക്വാണ്ടിറ്റി ഓഫ് മയോഗ്ലോബിൻ ആൻഡ് ദർഫോർ അപ്പിയർ പെയിൽ ഓർ വൈറ്റിഷ്. ചില മസിൽസിന്റെ കേസിലാണെങ്കിലോ മയോഗ്ലോബിന്റെ കണ്ടന്റ് എന്തായിരിക്കും? കുറവായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ കളർ എന്തായിരിക്കും? പെയിൽ ഓർ വൈറ്റിഷ് കളർ ആയിരിക്കും. റെഡ് കളർ തീരെ ഉണ്ടാവില്ല. അങ്ങനെയുള്ളതിനെ വൈറ്റ് ഫൈബേഴ്സ് എന്ന് പറയും. അങ്ങനെയുള്ള ഇതില് മയോഗ്ലോബിൻ മാത്രമല്ല കുറവുണ്ടാവുക, ഏതും കുറവായിരിക്കും. ഏതും കുറവായിരിക്കും? മൈറ്റോകോൺഡ്രിയന്റെ അളവും കുറവായിരിക്കും. ഓക്കെ. സാർകോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ നമ്മൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറഞ്ഞതുപോലെ സാർകോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ? അതെന്തായിരിക്കും? അതിന്റെ എമൗണ്ട് ഇവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഓക്സിജന്റെ യൂസേജ് കുറവാണ്. സോ ഇതിന് അനൈറോബിക് മസിൽസ് എന്നും കൂടി പറയാം. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ദേ ഡിപ്പെൻഡ് ഓൺ അനൈറോബിക് പ്രോസസ് ഫോർ എനർജി. എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും? ഏത് മെത്തേഡ് പ്രിഫർ ചെയ്യും? അനൈറോബിക് പ്രോസസ് ആണ് പ്രിഫർ ചെയ്യുക. ആര്? ഈ പറഞ്ഞ വൈറ്റ് ഫൈബേഴ്സ്. ഓക്കെ അല്ലേ? ഇതുവരെ നോട്ട് ചെയ്തിക്കൂടെ? കുറച്ചധികം പറഞ്ഞു, ഇതിന് നോട്ട് ചെയ്താം. അപ്പൊ അടുത്ത ഹെഡിങ് എടുക്കോ, മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ. മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ. പറയട്ടെ. Mechanism of muscle contraction. Mechanism of muscle contraction is explained by mechanism of muscle contraction is explained by is explained by sliding filament theory, which states that contraction occurs by which states that contraction of a muscle occur by contraction of muscles occur by the sliding of occur by the sliding of occur by the sliding of thin filaments over thin filaments over എഴുതുന്നില്ലേ? thin filaments over thick filaments. Thin filaments over thick filaments. The complete mechanism can be explained as below. The complete mechanism the complete mechanism the complete mechanism can be can be explained as below. Can be explained as below. ഇനി അടുത്തത് ഓരോ പോയിന്റ് ആയിട്ട് എഴുതാം. ഓക്കെ അല്ലേ? മസിൽ കോൺട്രാക്ഷൻ ഈസ് ഒന്നാമത്തെ പോയിന്റ് എടുക്കുക. മസിൽ കോൺട്രാക്ഷൻ ഈസ് initiated by signal sent by the CNS signal sent by the CNS via
motor neuron. Via motor neuron. Via VIA. Through എന്ന് പറയുന്നില്ലേ? മോട്ടോർ ന്യൂറോൺ. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പോയിന്റ് എഴുതിക്കോ. എ മോട്ടോർ ന്യൂറോൺ അലോങ് വിത്ത് മസിൽ ഫൈബർ. A motor neuron along with the muscle fiber constitute a motor neuron along with the muscle fiber constitute a motor unit. Constitute a motor unit. Full stop. The junction between motor neuron. The junction between motor neuron and sarcolemma of muscle fiber and sarcolemma of muscle fiber and sarcolemma of muscle fiber is called neuromuscular junction. Is called neuromuscular junction. Neuromuscular junction. Full stop. Full stop. അടുത്ത പോയിന്റ് എടുക്കോ. Whenever a neural signal reaches this junction, whenever a neural signal reaches this junction, releases a neurotransmitter called acetylcholine. Junction releases a neurotransmitter called acetylcholine. Acetylcholine, which generate an action potential, in the sarcolemma. Full stop. എഴുതിയാ? അടുത്ത പോയിന്റ് എടുക്കോ. This action potential spread throughout the muscle fiber. Throughout the muscle causes the release of calcium ions. Into the sarcoplasm. Full stop. Next point എടുക്കോ. Increase in calcium 2 plus level. Increase in calcium 2 plus level leads to binding of calcium with
calcium with troponin on actin filament, and thereby remove the masking of active sites for and thereby remove the masking of active sites for myosin and thereby remove the masking of active sites for myosin. ಇದೆಯಾ? Next point ಎದುಕೋ? Utilizing the energy from ATP hydrolysis, comma, the myosin head binds to the binds to the the myosin head binds to the active sites on binds to the active sites on active sites on actin active sites on actin to form a cross bridge okay അല്ലേ? this cross അടുത്ത point ആണ്. this cross bridge this cross bridge pulls the attached actin filaments pulls the attached actin filaments towards the center of A band and Z line attached to these actins and Z line attached to these actins and Z line attached to these actins are also pulled inwards inwards causing shortening of sarcomere causing shortening of sarcomere causing shortening of sarcomere that is contraction here at the point here I bands get reduced here I bands capital I bands get reduced whereas A bands retain the length I bands get reduced whereas A bands retain the length
whereas A bands retain the length. Okay അല്ലേ? നെക്സ്റ്റ് പോയിന്റിൽ എഴുതിക്കോ. The released ADP and P1. The released ADP and P1. The released ADP and P1. ADP and P1. സബ്സ്ക്രിപ്റ്റ് വൺ ആണ്. P1 താഴത്ത് നമ്മൾ A1 B1 2 B എന്നെല്ലാം പറഞ്ഞില്ല, അതുപോലെ P1 ക്യാപിറ്റൽ P1 released ADP and P1 goes to relaxed state relaxed state and bind to form a new ATP molecule and bind to form a new ATP molecule. A new ATP molecule during which cross bridge is broken. During which cross bridge is broken. Okay, അല്ലേ? This cyclic process of sliding this cyclic process of sliding this cyclic process of sliding continues till the calcium 2 plus ions are till the calcium 2 plus ions are till the calcium 2 plus till 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 the calcium 2 plus ions are pumped back to the pumped pumped back to the sarcoplasmic cisterna. ഞാൻ മാർക്ക് ചെയ്യാം. pumped back to the ഞാൻ മാർക്ക് ചെയ്ത് നോക്കിയോ sarcoplasmic cisternae sarcoplasmic cisternae resulting in the sarcoplasmic cisternae resulting in the masking of actin filaments. Resulting in the masking of actin filaments. എഴുതിയാ? അടുത്ത പോയിന്റ് എഴുതിക്കോ. This causes the ഏത് കോസ് ചെയ്യുന്ന അർത്ഥം മാസ്കിംഗ് ആണ് കേട്ടോ. This causes the return of Z lines back to back to their original position. That is relaxation. Back to their original position, that is relaxation. ഇനി the reaction time അടുത്ത പോയിന്റ് എടുക്കോ. The repeated activation of the muscles leads to the accumulation of lactic acid
Accumulation of lactic acid leads to the accumulation of lactic acid due to anaerobic breakdown of due to anaerobic breakdown of anaerobic breakdown of glycogen in them causing glycogen in them causing fatigue. Okay. causing causing fatigue. Fatigue. Causing fatigue. Full stop. ഇതുവരെയുള്ള എഴുതിയോ? ഇനി അടുത്തൊരു ചെറിയൊരു സബ് ഹെഡിങ് ആയിട്ട് എടുത്തോ. റെഡ് ഫൈബേഴ്സ് ആൻഡ് വൈറ്റ് ഫൈബേഴ്സ്. Red fibers and white fibers. White fibers. എഴുതിയാ? എഴുതിക്കോ. Normally the muscle contain a muscle contain red colored oxygen storing. Normally a muscle contain a red colored oxygen storing a red colored oxygen storing pigment called myoglobin. Myoglobin full stop. അടുത്ത പോയിന്റ് ഇരിക്കോ. Red fibers are the muscles. Red fibers are the muscles containing high quantity of myoglobin. High quantity of myoglobin giving a reddish appearance. Giving a reddish appearance. Full stop. അതിന് ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇരിക്കോ. അടുത്ത പോയിന്റ് ആക്കി ഇതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇരിക്കോ. These type of muscles also contain plenty of mitochondria. These type of muscles also contain plenty of mitochondria. Plenty of mitochondria. Plenty of mitochondria which can utilize large amount of oxygen. Which can utilize large amount of oxygen. Utilize large amount of oxygen for ATP production. For ATP production. For ATP production. That is, these muscles can also be called. That is, these muscles can also be called. Can also be called aerobic muscles. Aerobic muscles. ഇതിന്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ക്ലാസ് തരാം.